ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കരാമിൽ വന്നതും പെട്ടതും ആ സ്റ്റോറിയൊക്കെ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ ഞാൻ ചായ കുടിച്ച് ഇനി നേരെ റൂമിൽ പോവാണ്. എണീച്ച ഇനിയും കിടന്നുറങ്ങാൻ പോവാ ഇനിയും കിടന്നുറങ്ങാൻ പോവാ ചെക്കൻ പിന്നെയും വന്ന് എനിക്ക് ഡോർ തന്നിട്ട് പിന്നെ ഇവിടെ വന്ന് പുതച്ച് കിടന്നുറങ്ങാണ്. എന്താ അവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. ഇവിടുത്തെ ആൾ പിന്നെ രാവിലെ ഡ്യൂട്ടി പോയതാണ്. എണീക്കണിയേ ഗൈസ്, കിടന്നുറങ്ങാണ് ഗൈസ്. ഞായറാഴ്ച ക്ഷീണം മാറ്റിയാണല്ലോ ഗൈസ്. അപ്പോൾ തെൻവീറിനെ നമ്മൾ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവന് നേരെ പല്ല് തേക്കാൻ പോയതാണ്. പല്ലൊക്കെ തേച്ച് വന്നിട്ട് ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നേരെ ഇത് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാണ്ട്, ചെറിയ ചെറിയ എല്ലാ ചില സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്. അപ്പോൾ കരാമേന്ന് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിക്കുക. എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോവുക. അത് കഴിഞ്ഞിട്ട് എന്താ പ്ലാനിന്ന് തീരുമാനിച്ചിട്ടില്ല. സോ അപ്പോൾ നേരെ ഷോപ്പിങ്ങിന് പോയേക്കാം. അങ്ങനെ നമ്മൾ തെൻവീറിനെ ഒടുവിൽ പൊക്കി എടുത്തു ഗൈസ്. ഇനി എവിടെയാണ് നമ്മുടെ പോണത്? ചിന്നേണ്ട കൊണ്ടുപോകണ പർച്ചേസിന് ഗിഫ്റ്റ് വില്ലേജ് ആണോ നെസ്റ്റ് ആണോ? ഭയങ്കര വെയിലാണ് ഗൈസ്, ഭയങ്കര വെയിലാണ്. വെയിലത്താണ് ഇവന്നെ നടത്തിക്കുന്നത് ഗൈസ്. ഇവന് ഫുൾ ടൈം എ സി കിടന്ന് ഇറങ്ങുന്നതാണ്. നമ്മളവിടെ സൈക്കിളിൽ വെയിലും കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ പിന്നെ അവന് കുറച്ചൊക്കെ വെയിലുള്ളുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ദുബായ് ഫ്രെയിം. ദുബായ് ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ ചെറിയതാണ് കരം, പക്ഷെ തൊട്ടടുത്ത് എത്തുമ്പോൾ നല്ല വലുപ്പമുണ്ടാവും. ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നാൽ പഴയ ദുബായും ഒരു സൈഡിൽ നിന്നാൽ പുതിയ ദുബായും കാണാമെന്നാണ്. പക്ഷെ അതിൻ്റെ അപ്പറിൽ കയറണം, മുകളിൽ കയറണം. അതെനിക്കറിയില്ല. അങ്ങനൊരു സംഭവം ഉണ്ട്. അതേപോലെ മറ്റൊരു ഫ്രെയിമിൽ ഇതേ അവിടെ ബുർജ് ഖലീഫ കാണുന്നു. ഇത് ആ ബിൽഡിങ്ങിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ നടുവിൽ ഉണ്ടോ? ദാറ്റ് ഇസ് ബുർജ് ഖലീഫ. നമ്മൾ ഗിഫ്റ്റ് വില്ലേജ് എന്ന് പറയുന്ന ഷോപ്പ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗിഫ്റ്റ് വില്ലേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദായ വിൽപ്പന എന്നൊക്കെ പറയും. 10 രൂപയ്ക്കും 5 രൂപയ്ക്കും സാധനം കിട്ടും. 10 രൂപ ഒന്നുമില്ല, എന്തെടുത്താലും 10 രൂപ, 10 11 രൂപ സൈക്കോളജിക്കൽ പ്രൈസാണ്. അതായത് 11.95, 10.95. എന്തായാലും അത് പോയി വെക്കാം. തെൻവീറിന് ഇപ്പോൾ ഉറങ്ങിച്ചിട്ടുള്ള ഹാങ് ഓവർ പോയിട്ടില്ല. ആളിപ്പോഴും ഏതൊക്കെയോ ചിന്തിച്ചുകൊണ്ട് എന്തൊക്കെ ചിന്തിച്ച് നടക്കുകയാണ്. ചട്ടിച്ചോറ് മേടിച്ചാൽ അതൊക്കെ വരണ്ട് നീച്ചതാണ്. അങ്ങനെ നമ്മൾ 2 ഷൂ ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അവനെന്തോ സാധനം വാങ്ങണം, അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജിമ്മിലിടാനും വർക്കിലിടാനും ഒരു ഷൂ ആണ്. അവൻ്റെ സാധനം തപ്പിങ്ങനെ നടക്കുകയാണ്. 2 ഷൂവിൽ ഗൈസ് ഒരു കണ്ണാറ എടുക്കാമെന്ന് വിചാരിച്ച് വെയിലത്ത് പോകുമ്പോഴേ. ഇതെങ്ങനെയുണ്ട്? ഇതിനെ ഫ്രീ കിട്ടണതാണ്. ഏത് കണ്ണാറ എടുക്കുക? ചൂസ് മാൻ ചൂസ്. ഏതെടുത്താലും 11 രൂപ. ചിലപ്പോൾ ഇതിന് വില പറഞ്ഞ് സാധനം കിട്ടും, പക്ഷെ അതൊക്കെ നമ്മൾ എത്തിപ്പെടണ്ടേ. സമയത്തിൻ്റെ സാഹചര്യം മൂലം ഇത് കുഴപ്പമില്ല. കണ്ടിട്ട് ഓക്കെ ആണ്. ഞാൻ ഈ ക്ലാസ് എടുത്ത് എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാൻ സൂപ്പറാടാ. കേസ് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് റൂമിലെത്തിയിരിക്കുകയാണ്. ഒരാൾ ഉറങ്ങുന്നുണ്ട്, നീച്ചിട്ടില്ല, ബാക്കിയുള്ളവരൊക്കെ നീച്ച്. അപ്പോൾ നമ്മൾ വാങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷൂ ആണ്. ഈ ഷൂ 10 ദിർഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ പോണ വഴിക്ക് 10 രൂപ എന്ന് പറയുന്നത് 10 രൂപ അല്ല, ക്ഷമിക്കണം, 10 ദിർഹം. 10 ദിർഹമല്ല, 10.95, അതായത് 11 ദിർഹം. 11 ദിർഹം എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു 200-210 രൂപ വരും. അപ്പോൾ
എനിക്കിത് കണ്ടിട്ട് കുറച്ച് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ തോന്നി. നല്ല നല്ല ഇതുണ്ട്, നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഈ ഷൂ ജിമ്മിലിടാൻ, വർക്കൗട്ടിനിടാൻ പറ്റിയത്. വർക്കൗട്ടിനിടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൗട്ടിനിടുന്ന ഷൂ എന്ന് പറയുന്നത് അവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഫൈസൽക്കാന്ന് പറയും. മൂപ്പര് ജിമ്മിനൊക്കെ പോകാനുള്ള പൂതി കൊണ്ട് വാങ്ങി വെച്ചതായിരുന്നു. പിന്നെ മൂപ്പര് ബിസിയൊക്കെ ആയതുകൊണ്ട് ജിമ്മിന് പോക്കില്ല. അങ്ങനെ അവിടെ വെറുതെ കിടന്ന ഷൂ ആയിരുന്നു. മൂപ്പര് എനിക്ക് തന്നായിരുന്നു ആ ഷൂ. അതിപ്പോൾ ഞാൻ ഒരു കൊല്ലത്തോളം യൂസ് ചെയ്ത്. അതാണ് ഞാൻ പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ കൈ അത്യാവശ്യം പൊളിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഷൂ വാങ്ങാൻ തീരുമാനിച്ചത്. പിന്നെ വാങ്ങിയതാണ് ഈ ഷൂ. ഈ ഷൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ വർക്കിന് പോകുമ്പോഴാണ് വിചാരിച്ചതാണ്. ഇതും സെയിം റേറ്റ് തന്നെ, 10-11 വരണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൂവിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ നടന്ന് പോകുമ്പോഴൊക്കെ മണൽ കയറുന്നുണ്ട്, ഉള്ളിലേക്ക് നല്ല മണൽ കയറുന്നുണ്ട്. സ്കെച്ചേഴ്സിൻ്റെ നല്ല ഷൂ തന്നെയാണ്, പക്ഷെ മണൽ നല്ല ഉള്ളിൽ കയറുന്നുണ്ട്. ഇത് കയറൂല. ഇത് ഇവിടെ ഒരു പോളിസ്റ്ററാണ്, പോളിസ്റ്ററിൻ്റെ ഒരു ഐറ്റാണ്. പക്ഷേ സ്കെച്ചേഴ്സിൻ്റെ അത് ഒരു സ്പോഞ്ച്, ഒരു നെറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെ മണൽ വേഗം കയറുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ ഇതിൻ്റെ പുത്തൻ റൈബൺ ഗ്ലാസ് വർക്കിനൊക്കെ പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചാണ്. ഭയങ്കരമായിട്ടുള്ള വെയിലടിക്കുമ്പോൾ അതിൻ്റെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മളെ കണ്ണ് കണ്ട ആകെ ചെറിയൊരു പെയിന് വരും. അപ്പോൾ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രൊട്ടക്ഷനാണ്. ഇവിടുത്തെ ചൂട് നിങ്ങൾക്ക് അറിയാലോ. അത് നമ്മൾ ഈ റൂട്ടുമ്മക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മളെ കണ്ണൊക്കെ ഇങ്ങനെ കുത്തിയടിക്കും. അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ്. അപ്പോൾ തനിവർ കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊന്ന് കുളിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഓൺലൈനിൽ ഓർഡർ ചെയ്താണ്. മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്, ചിക്കൻ മന്തി. അപ്പോൾ ഞാൻ അതെത്തിയിട്ട് അത് കഴിക്കണം. ബാക്കി അപ്പത്തി പറയാം. ഗൈസ്, അങ്ങനെ നമ്മളെ ചോറൊക്കെ എത്തിയിട്ടുണ്ട്. ഫുഡ് മന്തിയാണ്, അടിപൊളി മന്തി, ചട്നി ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. സൈറത് അവിടെ ഉണ്ട്, തെൻവീറൊക്കെ ഫ്രഷായി കുട്ടപ്പനായി നിൽക്കുന്നുണ്ട്. ഇവിടെ ഉള്ള ആൾ നീച്ചു പോയി, ഓനും കുളിക്കാൻ പോയതാണ്. അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ കരാമയിൽ നിന്നും ഇവിടെ പറയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റേ ഒക്കെ സെറ്റാക്കി തന്ന ഷെയർ, അതേപോലെ അനീസ് ബ്രോ. അപ്പോൾ ഞാൻ പോവാണ്. ഓക്കെ, ഇൻഷാല്ലാ കാണാം, അടുത്ത മാസം കാണാം. ഓക്കെ. അപ്പോൾ തെൻവീർ ഡ്രസ്സൊക്കെ മാറി പുറത്തിറങ്ങിയിട്ടുണ്ട്. ബർദുബായി പോവാണ്. അതിൻ്റെ അടുത്ത് ഇവനെന്തോ ഔലുമിൽ കുടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നേരെ ഔലുമിൽ കുടിക്കാം, നമ്മളെ ഹൗസിൽ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എനിക്ക് കാണാൻ പോകുന്നത്. നിങ്ങൾ ഈ ബസ് കണ്ട ഗൈസ്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ബസ് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ? ഇത് ഇപ്പോൾ റെയിൻബോ എന്ന് പറഞ്ഞ ഒരു പാൽപ്പൊടീൻ്റെ പരസ്യമാണ്. നാട്ടിലൊക്കെയാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ് കഥ. നമ്മൾ തൊട്ടടുത്ത് തന്നെ കേട്ടാ നമ്മളെ ഫ്രെയിം കാണുന്നുണ്ട്. തെൻവീർ നടന്ന് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ മൗസിലെത്തിയിട്ട് കാണാം. ഇപ്പോൾ ഒരു മൗസി എന്ന് പറഞ്ഞിട്ട് നടത്തിക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറോളായി. എവിടെ ഇനി മൗസി? എവിടെ ഇനി മൗസി? ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ നടത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അല്ലേ, നല്ല വെയിലും നല്ല കുത്തണ വെയിലും. കുറേ ആയി ഇങ്ങനെ നടക്കണ്. ഈ സാധനം ഈ ലൈറ്റ്, ഇതാണ് ഗൈസ് ഇവിടുത്തെ റോഡ് മുറിച്ച് കിടക്കാനുള്ള സിഗ്നൽ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അതായത് ഇത് പച്ച കത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് മുറിച്ച് കിടക്കാം. അപ്പോൾ ഇതിങ്ങനെ കാത്തു നിൽക്കുന്നത് ചില ആളുകൾക്ക് ക്ഷമ ഉണ്ടാവില്ല. അപ്പോൾ ഈ ക്ഷമയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണ് ഇത്. ഇതിങ്ങനെ നിൽക്കിയാൽ അവിടെ പച്ച കത്തുന്നതാണ് ഈ സ്വിച്ച് നിൽക്കണൊരു വിചാരം. പക്ഷേ ഇത് ഒരു ടൈമിംഗ് സിസ്റ്റം ഉണ്ട്. ആ ടൈം സിസ്റ്റത്തിലാണ് ഇത് ഓട്ടോമാറ്റിക് കത്തുന്നതാണ്. അപ്പോൾ ഈ നിൽക്കുന്ന ആളുകൾ വിചാരം ഞാൻ നിൽക്കിയതുകൊണ്ടാണ് ഈ പച്ച കത്തിയെന്നാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യലില്ലേ? ചെയ്യണവർ കമൻറ്റ് ചെയ്യട്ടോ. നല്ല തിരക്കാണ്. ചൂടെടുത്തൊരു വഴിക്കായി. നല്ല പേടിയുണ്ട് തെൻവീറിന്. കറുക്കോന്ന് എന്താ ചെയ്യാ? അവിടെ ചെക്കൻ്റെ ഗ്ലാസ് റൂമിൽ വെച്ച് ചവിട്ടി പൊട്ടിയിട്ടാ. പുതിയ ഏതൊക്കെ ഗ്ലാസ്സൊക്കെ ഇട്ട് വന്നാണ്. അത് കത്തി പച്ച കത്തി.
അപ്പുറത്ത് വെയിൽ, ഇപ്പുറത്ത് തണൽ. നമ്മൾ തണൽ ചാരി പോവുകയാണ് ഗൈസ്, തണൽ ചാരി പോവുകയാണ്. ബാഗിലാണെങ്കിൽ നമ്മൾ വാങ്ങിയ ഷൂവും സാധനങ്ങളൊക്കെ നിറച്ചിട്ട് നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. ഈ മൗസി പറഞ്ഞത് കരാമലാണ് അല്ലേ? കരാമ. അപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ആരൊക്കെ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ കുറേ ഇതിൻ്റെ ഇനാഗുറേഷൻ ടൈമിലൊക്കെ ഞാൻ വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ടൈം ഒത്തു വന്നത്. ടൈം ഒത്തു വന്നതല്ല, ഒപ്പിച്ചത്. കാരണം ഇവൻ ഇങ്ങോട്ട് വിളിച്ചങ്ങോട്ട് വരില്ല. ഞാൻ പറഞ്ഞില്ല, ഈ ഇവിടെയുള്ള ഈ മെട്രോ സിറ്റിയിലുള്ള ഒരുവിധം പ്രവാസികൾ കംപ്ലീറ്റ് ഞായറാഴ്ചയാണ് അവരുടെ റെസ്റ്റിൻ്റെ ദിവസം. അന്നിങ്ങോട്ട് ഇറങ്ങി കിട്ടാൻ കുറച്ച് പാടാണ്. ക്ഷീണം പറ്റി അങ്ങനെ കെടുക്കും. പിന്നെ വെയിൽ, ചൂട്. നമ്മൾ മാസത്തിലേക്ക് ഒരുക്കെ വരുന്നതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, മാക്സിമം മുതലാക്കും. അപ്പോൾ അതേപോലെ എന്നൊക്കെ ഇങ്ങനെ നീപ്പിച്ച് കൊണ്ടുവരും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, മടികളൊക്കെ മാറ്റിയെടുക്കണം. ഈ കാണുന്നത് എന്താണെന്നറിയോ? ഈ കാണുന്നത് എമിറേറ്റ്സ് പോസ്റ്റ്. അതായത് ഇവിടുത്തെ ഗവൺമെൻറ് ആണോന്നറിയില്ല, എന്തായാലും പോസ്റ്റ് കത്തുകളൊക്കെ ഇതിനുള്ളിലാണ് കൊണ്ടുവന്നിടണമെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ഒന്നെങ്കിൽ ഈ കത്തുകൾ ഇതിനുള്ളിലാണ് കൊണ്ടുവന്നിടുന്നത്, അല്ലെങ്കിൽ ഒരു ഏരിയത്തെ കത്ത് മൊത്തം കളക്ട് ചെയ്ത് ഇതിനുള്ളിൽ വെച്ചിട്ട് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുക. എങ്ങനെയാണെന്നറിയില്ല, നിങ്ങൾക്കറിയുന്നതെന്ന് പറയൂ. എടാ അത് മമ്നു അല്ലേ? ചില സാഹചര്യത്തിൽ നമുക്ക് CA ഫിഷിലെ നമ്മൾ പെഡൽ ക്രോസും കൂടി മാത്രം മുറിച്ചെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഫൈനാണ്. ഫൈൻ എത്രയാണെന്ന് എനിക്കറിയില്ല. അത് ഫൈൻ കിട്ടിയതൊക്കെ അറിയാം. അത്ര 200 ഞാൻ കിട്ടിക്കണം. അതിൻ്റെ ഫൈൻ കൂടി കിട്ടാനുള്ളൂ. ബാക്കി വണ്ടിമന്ന് തുൽമളിച്ചിട്ടുള്ള ഫൈൻ മൊത്തം വാരി കൂട്ടിയിട്ടുണ്ട് ആശാൻ. നിങ്ങൾ വിചാരിക്കാനാണല്ലോ, ആള് കില്ലാടിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ മൗസിയിലെത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് എ മൗസി. അങ്ങനെ ചെക്കൻ പിസ്ത പറഞ്ഞിരിക്കുകയാണ്. പിസ്ത പറഞ്ഞാൽ ഒരു റിമോട്ടും കിട്ടും. ഈ റിമോട്ടായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ? അങ്ങനെ സാധനം ഓർഡർ ചെയ്ത് ഒരു റിമോട്ടും വാങ്ങിയിട്ട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു. എത്രാമത്തെ തൊട്ടാണ് വരുന്നത്? ഇജി സ്ഥിരം കടയല്ലേ? അതേപോലെ മൗസി, അതേപോലെ കോട്ടക്കൽ എന്താണ് BH. കോട്ടക്കൽ അല്ലാണ്ട് പോകാതുകൊണ്ട് ഓർമ്മ ഇട്ടില്ല കേട്ടോ. കോട്ടക്കൽ BH അല്ല, കോട്ടക്കൽ അവൽ മിൽക്കും ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നും മേടിച്ചിട്ടുള്ളൂ. സംഭവം കുറച്ച് മുമ്പ് നമ്മൾ ഫുഡ് കഴിച്ചത്, മന്തി കഴിച്ചത്. പിന്നെ വേറൊരു രഹസ്യമായൊരു സത്യമുണ്ട്. ഈ ഷോപ്പ് ഈ നിൽക്കണ ഒരു കൊച്ചു മുതലാളിയാണ്. ഇവൻ്റെ കൊച്ചു മുതലാളിയല്ല, എന്നാ വലിയ മുതലാളി. അതായത് ഇവൻ്റെ ഓണറാണ് ഇതിൻ്റെ. കൊച്ചു മുതലാളിയല്ല, വലിയ മുതലാളിയല്ല, ഇതിൻ്റെ ഓണറാണ്. അതായത് ഇവൻ്റെ ബ്രദറും ഫ്രണ്ട്സൊക്കെ കൂടിയാണ് ഇവിടുത്തെ ഫ്രാഞ്ചൈസി തുടങ്ങിയിരിക്കുന്നത്. ഫ്രാഞ്ചൈസി അല്ലേ? അതെ, മൗസിൻ്റെ ഫ്രാഞ്ചൈസി. അപ്പോൾ കുറേ ആയി ഇവിടെ വാ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്നേ പൗരനൊക്കെ അടിച്ചത് കുറേ ആയി. ഇവിടെ ഒന്നിൻ്റെ ശേഷം ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഒരു 10 ദിവസം ലീവിന് പോയിന്. അന്ന് ഞാൻ കോട്ടക്കൽ അടിച്ചിട്ടാണ്, കോട്ടക്കൽ അവൽമിൽക്ക് അടിച്ചു. അപ്പം ഞാൻ എപ്പോഴും പറയും, ഒന്ന് കാണിച്ചാട്ട് ഈ ഷോപ്പ് ഞാൻ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് വേണേൽ പൊക്കിയെടുത്തതാണ്. സംഭവം കൊള്ള അടിപൊളിയാണ്. നമ്മൾ പിസ്ത അല്ലേ പറഞ്ഞേ? പിസ്ത ഇപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് കുടിച്ചാന്ന് വെച്ചാൽ ഈ ചൂടത്ത് ഒന്ന് തണുക്കും, അതുപോലെ വയറ് നിറയും. അപ്പോൾ അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ ഓനെ കഴിക്കും. അങ്ങനെ നമ്മൾ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. അവർക്ക് കൂടി കഴിഞ്ഞ് പ്രൊമോഷൻ അല്ല, ഉള്ള കാര്യം പറയുകയാണ്. ദാഹിച്ച് വലഞ്ഞിരിക്കുമ്പോൾ ഒന്ന് തണുക്കണമെങ്കിൽ കരാമയിലുള്ളൊരു മൗസി പീപ്പിൾട്ടോ. അതായത് ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ മുകളിൽ നിന്ന് ടോ എന്നൊരു വിളിയൊക്കെ ഉണ്ട്. അപ്പം മേലേക്ക് നോക്കിയപ്പോൾ നമ്മളെ കോളേജിൽ നമ്മളൊപ്പം പഠിച്ച സുധീഷല്ല സുബിനല്ലേ, സിബിൻ. അപ്പോൾ സിബിൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അവനോട് എപ്പോഴും എത്താന്നറിയില്ല. ഈ ഫ്ലോറിൻ്റെ മണ്ടയിൽ നിന്നിട്ടാണോ അവൻ ഇട്ടേന്ന് വിളിച്ചത്? അപ്പോൾ ദുബായിലല്ലേ?
ലേട്ടനോട് ആര് ആര് തബ്സീറും. അപ്പോൾ അത് തബ്സീറിൻ്റെ അടുത്ത് എത്തിയിട്ട് ആരാന്ന് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട്. ഞങ്ങൾ രണ്ടാണ്, ഇവൻ ഒന്നല്ല, ഇവർ രണ്ടാണ്. അത് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഗൈസ്. അങ്ങനെ എത്ര മാസമായിടാ? ഒരു കൊല്ലം 7 മാസമായിട്ടുള്ളൂ. നമ്മൾ ഏത് പെരുന്നാൾ കണ്ടത്? ആ, ഇതാണ് സിബിൻ വെട്ടം തിരൂര്, ആലത്തൂര്. സിബിൻ ആലത്തൂര്, നമ്മളെ തിരൂരിനടുത്തുള്ള ആലത്തൂര്. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടാളും ഒരു ക്ലാസ്സിലായിരുന്നു കോളേജിൽ, നമ്മൾ ITI പഠിക്കുന്ന ടൈമിൽ. സിവിൽ എഞ്ചിനീയർ അല്ലേ, പിന്നെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ വിളിക്കുക. അങ്ങനെ കുറച്ചു നേരം ഞങ്ങളവിടെ സംസാരിച്ചിരുന്ന് അവനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷനിൽ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളെ ഫോളോവർ ഒരു മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹം ബർദുബായിൽ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ എത്തുമ്പോൾ എന്തായാലും അവിടെ ഒന്ന് കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അവിടെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു. ഗൈസ്, അങ്ങനെ നമ്മൾ ADCP മെട്രോ സ്റ്റേഷനിലേക്ക് അടുത്തോട്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ രണ്ടാളെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ABCD അല്ല ADCP. നിങ്ങൾ വിചാരിക്കും ചിലപ്പം ABCD ആർക്കോ തെറ്റിപ്പോയിട്ട് ADCP നിൽക്കാതെ. അങ്ങനെ ഒരു ട്രോളുണ്ട്. പക്ഷേ ദുബായിൽ തെറ്റിയിട്ടില്ല. ADCP ബാങ്ക് ഉണ്ട്. ആ ADCP ബാങ്ക് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ADCB എന്ന് പേര് വന്നത്. ബാങ്കിൽ ക്യാഷ് ഇട്ടാൽ മതിയോ? ആദ്യം പർച്ചേസ് ചെയ്തിട്ടെ, എന്നിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ബാങ്കിൽ ഇടാൻ കൊടുക്കാം. പുതിയ അക്കൗണ്ട് ഉണ്ടാക്കിയതാണ്. ഈ ADCBക്ക് പ്രൊമോഷൻ ആവുമോ? ADCBയിൽ 0 ബാലൻസിൽ ഞാൻ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയത്. ഓൺലൈനിൽ ഇരുന്നിട്ട് തന്നെ. നമുക്ക് ഓൺലൈനിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ടല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയത് തന്നെ. അതിൻ്റെ ആപ്ലിക്കേഷൻ ഹയാക്ക്. അതാണ് കഥ. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അടിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് പിടിച്ച് ഞായറാഴ്ചയാണ്, റോഡ് മൊത്തം ബ്ലോക്കാണ്. ഞായറാഴ്ച ദുബായിലേക്ക് വരാതിരിക്കണതാണ് നല്ലത്. ദുബായിൽ എല്ലാത്തവരും ഇട്ടാ, കാരണം ഫുൾ ട്രാഫിക്കാണ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. കരാമൽ മാത്രം ഒരു പ്രത്യേക ട്രാഫിക്കാണ്. ആ അതെ, ഫുള്ള് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വരുന്നവരും ഇതൊക്കെയാണ്. ഈ മലയാളികളുടെ ഒരു ഹബ്ബ് തന്നെയാണ് ഈ കരാമ പറഞ്ഞത്. നമുക്ക് ഇവിടെ നിന്നാൽ ഹബ്ബ് പറഞ്ഞാലൊരു ഇതാണ്. അതെ, പിന്നെ ഇവിടെ നിന്നാൽ നമുക്ക് കുറേ പുല്ല് വിജൃംഭിച്ച കെട്ടിടങ്ങൾ കാണാം. ഇവിടെ ബുർജ് ഖലീഫ സൈഡിൽ, ആ സൈഡിൽ അല്ലേ. അപ്പം നമുക്ക് ഇതിനുള്ളിലൂടെ അങ്ങനെ മെട്രോ പോകണം. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആ സമയം വണ്ടിയുടെ ടയർ ഈ പെഡലിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ വെഹിക്കിളിന് ഫൈനാണ്. അതാണ് നമ്മളെ UAE സിസ്റ്റം. നമ്മളിങ്ങനെ മെട്രോ കയറിയിട്ടാണ് സ്വന്തം ആശ്വാസം. തണുപ്പായി, ഇതാണ് സംഭവം. ഇത് കയറി പോകണം. അവിടെ വന്നപ്പോഴാണ് 2 കണ്ണപ്പൊട്ടന്മാരിരിക്കുന്നത്. ഹലോ, ദിസ് ഈസ് തബ്സീർ, ദിസ് ഈസ് ഷെബിൻ. നിങ്ങൾക്ക് ഇയാളെ കൂടി കാണാൻ വെച്ചാൽ അവളെ ശരിയാവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് തെൻവീർ ആരാണ് പറഞ്ഞു തരാറുണ്ട്. ഒന്ന് കിടന്നാ തെൻവീർ ഇങ്ങോട്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇവർ തമ്മിൽ എന്താണ് ബന്ധം? ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം എന്താ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇവർ രണ്ടുപേരും എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. പിന്നെ ഇവനും എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണെന്നൊക്കെ പറയാം. പക്ഷെ അത്ര കമ്പനിയല്ല, കുറച്ച് അപ്പുറത്തെ ഗ്രാമത്തിലാണ്. അവന് നമ്മളെ ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. പക്ഷെ എന്നാലും നമ്മൾ ഇവർ വഴി അറിയാം. കാരണം ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ച ഒരു ഗ്യാങ് തന്നെയാണ്. 3 പേരും ഒരു കോംബോ. അപ്പോൾ പോവാ. അപ്പോൾ മറക്കണ്ട, ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് ഇവരെ രണ്ടുപേരും കണ്ടിട്ട് എന്താ തോന്നുന്നത് പറയാം. അതേപോലെ ഇവർ രണ്ടുപേരും രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ എന്താണ് എക്സ്പോക്ക് പോകാന്നൊക്കെ പറഞ്ഞ് എക്സ്പോയിൽ കിലോമീറ്ററോളം നടക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പോയില്ല. പക്ഷെ എക്സ്പോക്ക് പോയ 2 മാമാരാണ് ഇവർ. ഫ്രീ എൻട്രി ഉണ്ട്. എന്താ ഫ്രീ എൻട്രി ഉണ്ടാകാൻ കാരണം എന്താ? പുതിയൊരു മ്യൂസിയം ഓപ്പൺ ആയിക്കണം. അപ്പോൾ അതിൻ്റെ ഇത് പ്രമാണിച്ചിട്ട് 2 ദിവസം
എല്ലാവർക്കും ഫ്രീ ആയിട്ട് കയറാം. ഫ്രീ എൻട്രി കിട്ടിയിട്ട് പോയിട്ട് എന്ത് കണ്ട്? എന്നോടാ എന്ത് കണ്ട്? എന്ത് കണ്ട്? ഫ്രീ എൻട്രി കിട്ടിയിട്ട് കുറച്ചധികം വീഡിയോസ് എടുത്ത് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു, നല്ല ഫോറിൻ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞേ. ട്രാഫിക് വിട്ടിട്ട് എന്റെ ബസ് മിസ്സാവും. ഇല്ല, ട്രാഫിക് ഒന്നുമില്ല. നേരെ ഡയറക്റ്റ് മെട്രോ ഉണ്ട്. ലാസ്റ്റ് മെട്രോ സ്റ്റേഷൻ അവിടെയാണ്. അവിടെ ഒന്ന് ഇറങ്ങുക, എല്ലതും കാണുക. പിക്ക് ചെയ്യാനൊരു ബഗ്ഗി വരും, അതിൽ കയറിയിരിക്കുക. അവരെവിടേക്കാ പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് ഒന്നുമില്ല, ഫ്രീ ആണ്. ഇപ്പോ ഇന്നും സാറ്റർഡേ സൺഡേ ഇന്ന് ഫ്രീ ആണ്. മ്യൂസിയം, പുതിയൊരു മ്യൂസിയം തുടങ്ങിയിട്ടുണ്ട് അവിടെ. അപ്പോ കാർഡ് വെക്കുന്ന കാർഡ് ഇവിടെ ഇങ്ങനെ വെക്കുക, പോവാം. ഓന് എക്സ്പോന്റെ വിവരണം അവിടെ നിർത്തിച്ച്. അപ്പോൾ ഈ കാർഡ് കൊണ്ട് നമുക്ക് ഇവിടെ എന്തും ചെയ്യാമെന്നല്ല, ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ മൊത്തത്തിൽ നമുക്ക് ഈ കാർഡ് വെച്ച് യൂസ് ചെയ്യാം. മെട്രോ, അതേപോലെ ബസ്. ഇതിനെന്താ ഇതിനോട് പോയി ടോയ്ലറ്റ് പോയതല്ലേ? അപ്പോൾ ദുബായിലിട്ട് അബുദാബിയിലല്ല, ദുബായ് മെട്രോ സിറ്റിയിൽ നമുക്ക് RTA നൽകുന്ന കാർഡാണ്. RTA കാർഡ്, നോൾ കാർഡ്. ഈ നോൾ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ദുബായിൽ എവിടെ വേണമെങ്കിലും ബസ്സിൽ പോവാം. മിനിമം ചാർജ് എത്ര? മിനിമം ചാർജ് 750 വേണം. 7 രൂപ, 7 ദിർഹം നമ്മളെ കാർഡിൽ വേണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഫോണിലും ചെക്ക് ചെയ്യാം. ഫോണിൽ ചെക്ക് ചെയ്യാൻ RTA എന്ന് പറഞ്ഞിട്ട് അനോൾ ആപ്പിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് ഈ നമ്പർ അടിച്ചാൽ ചെക്ക് ചെയ്യാം. കാരണം ഇതിനെപ്പോലുള്ളവർക്കാണ് ഉപകാരപ്പെടുക. കാരണം ഇതിൻ്റെ അവിടെ ഈ കാർഡ് ചെക്ക് ചെയ്യുന്ന മെഷീനില്ല. അപ്പോൾ ഞാനിടയ്ക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലീവിനൊക്കെ വരുമ്പോൾ ആ ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഈ നമ്പർ അടിച്ചു കൊടുക്കുക, അങ്ങനെ ബാലൻസ് ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ബർദുബായ് എത്തിക്കിട്ടാ. ഗുബൈബ ബർദുബായ് എന്നൊക്കെ പറയും. തെൻവീറും ഷെബിനൊക്കെ അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ഇവിടെ പോയിട്ട് നമ്മളൊരു ഫോളോവർ ഇവിടെ വിളിച്ചിന്ന് പറഞ്ഞില്ലേ ഹോട്ടലിൽ. അപ്പോൾ അവിടെ നമ്മൾ ഈ ബാഗ് ഒന്ന് വെച്ചിട്ട് പർച്ചേസിന് ഇറങ്ങാം. നമ്മളെ ക്യാമറിൻ്റെ ബാക്കിൽ തബ്ഷീറുണ്ട്. അപ്പോൾ ഇതാണ് ബർദുബായ് ബസ് സ്റ്റോപ്പ്. ആദ്യം നമുക്ക് പോയിട്ട് നമ്മൾ ഇതിൻ്റെ ടൈം നോക്കണം, ബസ്സിൻ്റെ ടൈം. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബസ്സിൻ്റെ ടൈം ഇന്നലെ മാറിയിട്ട് നമ്മൾ പെട്ടതാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ടൈം എന്തായാലും മസ്റ്റായിട്ട് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ ബാഗൊക്കെ അവിടെ ഒരു ഷോപ്പിൽ കൊടുത്ത് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല. നമ്മളെ മുതിർന്നൊരു ടീഷർട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ എനിക്ക് കുറച്ച് നെറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങണം, ഒന്നും കയ്യിലില്ല. അപ്പോൾ അങ്ങനെ അവർ രണ്ടാളും അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സൂര്യനെ അസ്തമിച്ച് തുടങ്ങി. നമ്മളങ്ങനെ മാക്സിൽ വന്നു കേട്ടോ. നമ്മൾ മാക്സിൽ നിന്നാണ് എപ്പോഴും എടുക്കൽ. മാക്സ് എനിക്ക് നോക്കണില്ല, എനിക്കെപ്പോഴും എടുക്കാമല്ലോ. നമുക്ക് അടുത്ത മാസം പെരുന്നാൾക്ക് ഒരു ഡ്രസ്സ് എടുക്കണം. അപ്പോൾ അതാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒന്ന് പിക്ക് ചെയ്യട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ എത്തിക്കണ്ടോ. നേരത്തെ ഒരാൾ ഫുഡ് കഴിക്കാൻ കുറേ വിളിക്കണ്. അപ്പോൾ ബർദുബായ് വരുമ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ ചെക്കന്മാരെ കൂട്ടി വന്നതിന് ചെക്കന്മാരൊന്ന് കുറേ നടത്തിച്ച്, ഇന്നെ കുറേ നടത്തിച്ചു പോകാൻ. അപ്പോൾ ഞാനും ഓരോ കുറേ നടത്തിച്ച്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ സമയം 7:30 മണിയായി. 8:30 മണിക്ക് നമുക്ക് പോകാനുള്ള ബസ്. ഞങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം സമയമില്ലാത്തതുകൊണ്ടാണ്. ഇന്നലെ പെട്ടതറിയില്ല. ഇന്നലെ ഞാൻ പെട്ട്. അത് വീഡിയോയിൽ കണ്ടാൽ മതി. അതാണ് അവസ്ഥ. അങ്ങനെ എല്ലാവരും കൂടി ഈ 2 ഐറ്റംസ് ഫുഡൊക്കെ പറഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച്. നല്ല അടിപൊളി റൈസും പത്തിരിയും പൊറോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പത്തിരിയും ബീഫും കുറച്ച് റൈസും കഴിച്ച്. എൻ്റെ ബസ്സിന് ടൈം ആയപ്പോൾ ഞാൻ വേഗം എണീറ്റു. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് ഉഷാറായി. കഴിക്കുമ്പോൾ വിശപ്പുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ഗസ്റ്റ് കയറി വന്നിട്ടുണ്ട്. മിസ്റ്റർ മിർസാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മിർസാബ് നമ്മളിവിടെ കോളേജ് ഉണ്ടായിരുന്നില്ല നേരത്തെ. നമ്മൾ പോയ കോളേജാണ്. അപ്പോൾ ഓരോ മുമ്പൽക്കൊയ്യനാണ്. സൈറ്റ് കാണുന്ന ചേച്ചി ചെക്കൻ സൈറ്റിലോ ഫുൾ സിവിലാണ്, ഫുൾ എഞ്ചിനീയറാണ്.
ഓന് ദുബായിൻ്റെ വടക്കേറ്റം ഇത് തെക്കേറ്റം തെൻവീർ അത് രണ്ടും വടക്ക് വടക്കന്നെ വടക്ക്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഉഷാറായി. നമുക്ക് പോകാനുള്ള ടൈമായി. 8:20 ബസ്. ഇതാണ് നമ്മളെ വിഷ്ണു ബ്രോ. ആശാനാണ് നമുക്ക് ട്രീറ്റ് തന്നത്. കുറേ വാ വാ എന്നാണ് ഇങ്ങനെ വിളിക്കുന്നത്. സന്തോഷം വളരെയധികം. അപ്പോൾ ബർദുബായ് പള്ളീൻ്റെ ഇപ്പുറത്താണ്. എന്താണ് അൽസഫ്ര. അങ്ങനെ ബസ് വന്ന് പെട്ടെന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ്. ഈ ബസ് പോയാൽ പിന്നെ തിരിച്ചങ്ങോട്ട് ബസ്സില്ല. അപ്പോൾ അവരൊക്കെ അവിടെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ടൈമായത്. അപ്പോൾ വേഗം ഓടി. അപ്പോൾ ഇനി നല്ല ക്ഷീണമുണ്ട്, കവിളിൽ വെയിൽ കൊണ്ട് നടന്നുകൊണ്ട്. അപ്പോൾ ഇനി ഒന്ന് മയങ്ങുമ്പോഴത്തേനും അവിടെ എത്തിക്കോളും. ഇനി അവിടെ ഇറങ്ങിയിട്ട് എങ്ങനെ തിരിച്ച് പോകുന്നൊന്നും അറിയില്ല. അവിടെ എത്തി നോക്കാം. അങ്ങനെ കൃത്യസമയം 8:20 ബസ് സ്റ്റാൻഡ് നിർത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സിൻ്റെ സ്പീഡ് കുറയാൻ തുടങ്ങി. ബസ്സിൻ്റെ എൻജിൻ എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. 80-ലും 100-ലും പോകേണ്ട സ്ഥലത്ത് ബസ് പോയിക്കൊണ്ടിരുന്നത് 10 സ്പീഡിലാണ്. അങ്ങനെ കൺട്രോൾ റൂമിൽ നിന്ന് ഔട്ട്ലെറ്റ് മാളിൽ ബസ് എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറഞ്ഞു. ഡ്രൈവർ പതുക്കെ ഔട്ട്ലെറ്റ് മാളിലേക്ക് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ബസ്സിൽ കയറുക കേട്ടോ. ഈ ബസ്സിൽ കയറാൻ പറഞ്ഞ് ഇവിടെ പഞ്ച് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്യാമൽ മാർക്കറ്റിലാണ്. ഔട്ട്ലെറ്റ് മാളിൻ്റെ അവിടെ നിന്ന് വേറെ ബസ്സിൽ കയറി അങ്ങനെ ക്യാമൽ മാർക്കറ്റിൽ ഇറങ്ങി. ഇനി ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററോളം ഉണ്ടാവും എൻ്റെ സ്ഥലത്തേക്ക്. അപ്പോൾ എൻ്റെ റൂമിലുള്ള 2 ആൾക്കാരും വേറെ ലീവിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ചപ്പുറത്ത് അവരും ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെടുക്കാൻ നമ്മളെ കമ്പനി വണ്ടി വിടുന്നുണ്ട്. അപ്പോൾ ആ വണ്ടി ആയിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളെ കമ്പനീൻ്റെ ഉള്ളിൽ വണ്ടി പുറത്ത് പോയിട്ടില്ല, ഏതെങ്കിലും വണ്ടി ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ വണ്ടി കിട്ടും. വണ്ടിയൊക്കെ പുറത്ത് ഡ്യൂട്ടിക്ക് പോയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടുന്ന വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് പോകേണ്ടി വരും. അപ്പോൾ ഓരിപ്പോൾ വണ്ടിയൊക്കെ സെറ്റാക്കി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെയിറ്റിംഗ് ആണ്. മൊത്തത്തിൽ പോക്കും വരവൊക്കെ ട്രാജഡി ആയിപ്പോയി. വല്ലാത്ത അവസ്ഥ. ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. അതാണ് വണ്ടി കാത്തിരുന്ന് അവസാനം ഞാനിവിടെ നിലത്തിരുന്ന് ഗൈസ്. ആകെ ക്ഷീണിതനായി. ഈ നേരെ പോവുക, കുളിക്കുക, കിടന്നുറങ്ങുക. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ലോറിക്കാരുണ്ട്. അവരിവിടുന്ന് രാവിലെ ലോഡൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ കിടന്നുറങ്ങലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ. ഇവിടുന്ന് ലോഡായിട്ട് പോകുന്നവരുണ്ട്, ലോഡായിട്ട് വരുന്നവരുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാണ് ക്യാമൽ മാർക്കറ്റ്. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളെ കമ്പനിയിൽ നിന്ന് കാറ് വന്ന് കുറച്ചപ്പുറത്ത് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ പറഞ്ഞ 2 ആൾക്കാരെയും എടുത്ത് ഞങ്ങൾ നേരെ റൂമിലെത്തി. ഇവിടെ എത്തിയപ്പോൾ സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേന്ദ്രത്തിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അത് നമുക്ക് അനക്കും വേണ്ടി വാങ്ങിയതാണ്. അനക്കും വേണ്ടി നമ്മൾ ദോർക്കുക. കഴിച്ചൂട് എടാ, പൂച്ചക്ക് എന്തെങ്കിലും കൊടുക്കടാ, പൂച്ച കരയാണ്. എന്നെ കാത്തിരിക്കുകയാണ്. ഒരു വണ്ടി അങ്ങ് പറഞ്ഞു വിട്ടൂടെ, ബസ് കേടായി അറിയുമ്പോ. ഞാൻ വണ്ടി അങ്ങോട്ട് കൂട്ടിലങ്ങ് എത്തിയിട്ടില്ല, ഒരു റേഞ്ച് വിട്ടിരുന്നു. ഞാനൊരു ചെറിയ കഷ്ണം നമ്മളെ പൂച്ചക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൂച്ച കരയുന്നുണ്ട്. പൂച്ച കൈക്ക് മോനെ, കൈക്ക് നീ കൈക്ക് മോനെ, കൈക്ക്.
അപ്പോൾ അങ്ങനെ യാത്രയുടെ ഗുൽമാലും ഗിൽമാലൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ എത്തിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വിശേഷവുമായി കാണുമ്പോഴേക്കും പാതിരാക്ക് ഫുഡ് കഴിക്കുന്ന ചെക്കന്മാരെ കൂടെ ഇറ്റ്സ് മീ ജാസി. ബൈ.